ഞങ്ങൾ തിരികേശ വിവാദം വന്നപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്ക് ബോംബെയിൽ നിന്ന് വന്നതിന്റെ സനദാണിത് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മള് ഇന്നും യൂട്യൂബിലുണ്ടത്. ആ സനദ് നമ്മൾ വായിക്കാൻ കൊടുത്തിട്ടുണ്ട് ചോദ്യകർത്താക്കൾക്ക്. നമ്മൾ വിശ്വസിച്ച് ചെയ്തതാണ്, സംശയമൊന്നുമില്ല. പക്ഷേ പിന്നീട് ഞങ്ങൾ പഠനം നടത്തിയപ്പോ അത് വ്യാജമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. സനദ് വ്യാജമാണ്, ഇവരുണ്ടാക്കിക്കൊണ്ടുവന്ന സനദ് വ്യാജമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ കോഴിക്കോട് പ്രസ് ക്ലബിൽ പോയി പത്രസമ്മേളനം വിളിച്ച് ആ സനദ് വ്യാജമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആരും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അത് കൃത്യമായി പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നാൽ നൗഷാദ് ഹസനി, നിങ്ങൾ കൃത്യമായി പറയുക, ഇന്ന് മർക്കസിലുള്ള അല്ലെങ്കിൽ AP അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ള മുടിയും അതുപോലെ തന്നെ താങ്കളുടെ ഷെയ്ഖായ കുരുവട്ടൂരി ഷെയ്ഖായ ഹാഫിൽ ഉസ്താദിന്റെ കയ്യിലുള്ള മുടിയും അതിന്റെ സനദ് നിങ്ങൾ തള്ളിയിട്ടുള്ളൂ. മുടി അത് വ്യാജമാണോ സത്യസന്ധമാണോ? സത്യസന്ധമാണ് എന്നുള്ളത് സനദില്ലാണ്ട് നിങ്ങൾ എങ്ങനെ തെളിയിക്കുക? ഇവിടെ സനദ് തെളിയിക്കാൻ വന്നതൊന്നുമല്ല. സനദ് എന്ന് പറഞ്ഞിട്ട് ഇവർ എഴുതിയത് എന്താണെന്നൊക്കെ നമ്മൾ വീഡിയോകളിലൂടെ പലതരത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് രണ്ട് സനദും നമ്മൾ നമ്മുടെ വീഡിയോകളിലൂടെ കാണിക്കുകയും അത് പച്ചക്കളവാണെന്ന് തെളിവ് സഹിതം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നൗഷാദ് ഹസനി പറയുന്നത് ഇവർ കൊണ്ടുവന്ന സനദുകള് അത് കള്ളമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഹസനി, ഞാൻ ചോദിക്കട്ടെ, ആ മുടി അതും കള്ളമുടിയല്ലേ? താങ്കളുടെ കയ്യിലുണ്ടായിരുന്ന, താങ്കൾ അമ്പലക്കടവിന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയതുപോലെ കൊണ്ടുവന്ന താലയുൽ ബദ്റൊക്കെ പാടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീഡിയോ? അങ്ങനെ കൊണ്ടുവന്ന ആ മുടി അത് അമ്മുവിന്റെ മുടിയാണ്. അതുപോലെ തന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ DNA ടെസ്റ്റ് നടത്താൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്ന ജിഷാൻ മാഹിയുടെയും അതുപോലെ തന്നെ പൊന്മള ഉസ്താദിന്റെയും ഒക്കെ ഫോൺ സംഭാഷണം അത് നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി കേട്ടിട്ട് വരാം നമുക്കത്. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇത് ഉസ്താദെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോക്ക്. അതായത് ഈ ജായവാല അമ്പലക്കടവിന് കൊടുത്ത ഒരു 7 മുടി ഉണ്ടല്ലോ, അത് ഇവര് പോലീസ് കേസ് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിയിരുന്നു. ആ തിരിച്ച് ഇവര് കിട്ടിയപ്പോ നൗഷാദ് ഹസനി അടക്കം കുറെ ആളുകൾ അത് പിന്നെ മൗലിദൊക്കെ ചൊല്ലി തലവൽ ബദറുലൊക്കെ പാടിയിട്ടാണ്. അതൊക്കെ ഞങ്ങൾ ഇന്നാള് പറഞ്ഞു. ഞങ്ങൾ ഇന്നാള് പിന്നെ കൂടിയപ്പോ അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. എല്ലാം വളരെ റോങ് പരിപാടിയാണ്. അല്ല, എന്നിട്ട് ഉസ്താദിന്റെ വിഷയം പറഞ്ഞ ഞാൻ ഇന്ന് പറഞ്ഞത് അത് ഇവർ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട് അവിടെ അടിച്ചു വാരുന്ന അമ്മു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുടിയാ പോലെ ഇവർ ജാലിയവാലക്ക് ഇവർ തിരിച്ചു കൊടുത്തത്. സത്യമില്ലാത്ത ഞാൻ കേട്ടത്. അപ്പൊ എന്നിട്ട് അല്ലെങ്കിൽ എന്തായാലും അർത്ഥം തിരിച്ചു കൊടുക്കുമ്പോ വിശ്വസ്തമായി അവര് കൊടുക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ കഴിയോ? അതെന്നെ അപ്പൊ ഇവര് പറയുന്ന വെച്ചാല് ജാലിയവാലക്ക് അയാൾക്ക് തന്ന മുടി പോലും തിരിച്ചു വാങ്ങുമ്പോ അതുപോലും ഉറപ്പിക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ല എന്ന് ഇവരിപ്പം പറയുന്നത്. എന്നിട്ട് ഇവര് പറയുന്ന അമ്മു ജീവനോടുണ്ട്. ഇനി അമ്മുവിന്റെ മുടിയാണെന്ന് തെളിയിക്കാൻ ഒരു DNA ടെസ്റ്റ് നടത്താൻ നമ്മൾ തയ്യാറാണെന്ന് ഇവരിപ്പം പറയുന്നത്. അതിൽ പറയുന്നത് അത് അമ്മുവിന്റെ മുടിയാണ് എന്നുള്ളതാണ്. അപ്പൊ താങ്കളുടെ കയ്യിലുള്ള, ഇപ്പോ താങ്കളുടെയൊക്കെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പരസ്യമായിട്ട് അല്ലെങ്കിലും രഹസ്യമായി കൊണ്ട് കുരുവട്ടൂർ ഷെയ്ഖ് ഈ മുടിയിട്ട ഇനി മുടിമക്ക് വെള്ളം ഒഴിച്ചിട്ടാണോ മുടി വെള്ളത്തിലിട്ടിട്ടാണോ എന്നറിയില്ല, എന്തായാലും കുപ്പിയിലാക്കിയിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. അത് രഹസ്യമായിട്ടുള്ള അറിവാണ്. അപ്പോ ആ കൊടുക്കുന്ന മുടി അത് ആരുടെ മുടിയാണ്? റസൂലുള്ളാന്റെ മുടി ചുമലിനോട് ഒപ്പമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് താഴെ ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ഇത് വളരെയാണെന്നല്ലേ നിങ്ങൾ പറയണത്? അല്ലേ? ചുരുക്കി പറഞ്ഞാല് കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടിയും കള്ളമുടിയാണ്, നൗഷാദ് ഹസനിയുടെ കയ്യിലുള്ള മുടിയും കള്ളമുടിയാണ്. നൗഷാദ് ഹസനിന്റെ എന്ന് പറഞ്ഞാൽ കുരുവട്ടൂർ ഷെയ്ഖിന്റെ. ഇവര് സനദ് അംഗീകരിക്കണില്ല, എന്നാല് അംഗീകരിക്കപ്പെടാത്ത സനദുള്ള മുടി എങ്ങനെ അംഗീകരിക്കുക? അപ്പൊ ഇനി നൗഷാദ് ഹസനി, താങ്കളോട് പറയുവാനുള്ളത്, താങ്കൾ വേദി കെട്ടിയിട്ട് മൈക്കും വെച്ചിട്ട് ഇഷ്ടംപോലെ പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ടല്ലോ, ആ പ്രഭാഷണത്തിൽ ഒരിക്കലെങ്കിലും താങ്കൾ ഈ ചോദ്യം ചെയ്യുന്ന, താങ്കൾ ഈ സനദ് തള്ളുന്ന ഈ മുടി ഞങ്ങളൊക്കെ പറയുന്നത് പോലെ അത് കള്ളമുടിയാണ്, അമ്മുവിന്റെ മുടിയാണ് എന്ന് സമ്മതിക്കാൻ ആർജവം കാണിക്കണം. ആർജവം കാണിക്കുന്നതോടൊപ്പം നിങ്ങൾ താലാവൽ ബദ്റും പാടിയിട്ട് ലോലോലം പാടി കൊണ്ടുപോയ ആ മുടിയും അതും കള്ളമുടിയാണ് എന്നുള്ളത് സമ്മതിക്കണം എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് കേൾക്കുന്ന ആളുകളെ അടുത്ത് പറയുവാനുള്ളത്, ഇവർക്കറിയാം ഇത് സനദുമില്ല, ഒരു സംഭവമില്ല, ഇത് എവിടുന്നോ ഒരു ജാലിയവാല, ഒരു ആക്രി കച്ചവടക്കാരൻ, എന്നിട്ട് വലിയ മുഹമ്മദ് ഇക്ബാൽ ജാലിയവാല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് കൊണ്ടുവന്നതാണ്.
എന്നാൽ മർക്കസിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി അയാൾ പറഞ്ഞതനുസരിച്ച് ബോംബെയിൽ പോയിക്കൊണ്ട് ജാലിയൻവാലയുടെ ആക്രിക്കടയിൽ നിന്ന് കുറച്ച് ആ മുടിക്കെട്ടിൽ നിന്ന് 4 മുടിയെടുത്തു വന്നിട്ട് അത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞു. അതിനൊരു ഖാദിരിയ ത്വരീഖത്തിന്റെ സനദും സിൽസിലയും കൂട്ടിക്കെട്ടിയിട്ട് ഒരു സനദും പറഞ്ഞു. അത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് വീണ്ടും 2 മുടി വാങ്ങിക്കൊടുത്തിട്ട് അത് UAE അഹമ്മദ് ഖസ്റജിന്റെ അടുത്ത് കൊടുത്തിട്ട് അതും കൊണ്ട് ഇങ്ങോട്ട് വരി ഒരു കുപ്പിയിലിട്ടിട്ട് കൊണ്ടിരുന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ കുപ്പിയിലിട്ടിട്ട് കൊടുത്തിട്ട് ഒരു സനദ് പറഞ്ഞു. ആ സനദ് ഇവിടെ ഖാദിരിയ ത്വരീഖത്താ പറഞ്ഞെങ്കിൽ അവിടെ പറഞ്ഞത് ഇയാളുടെ കുടുംബ സനദായി പോയി. അപ്പൊ കുടുംബസനത് പോരെന്നുള്ളത്, കുടുംബസനത് മുടിസനതായിട്ട് ഉണ്ടാക്കിയതല്ല, കുടുംബസനതായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ വെറും തട്ടിപ്പാണ്. തട്ടിപ്പിന് വേണ്ടി മാത്രം നടക്കുന്ന ഈ ജാതി കൗമീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. നൗഷാദ് ഹസനിയും അതില് നല്ലോനൊന്നല്ല. കാര്യം മുടിക്കെട്ട് മൂപ്പരെടുത്തുണ്ട്, അമ്മൂന്റെ മുടി മൂപ്പരെടുത്തുണ്ട്. മൂപ്പര ആ മുടിയിൽ വെള്ളം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ആ മുടി വെള്ളത്തിലിട്ടിട്ടോ ആ മുടി കലക്കിയ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് തബറുക്കാണ്, എന്ത് ബർക്കത്താണ്? എന്താണ് ജനങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? കാലങ്ങളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കുവാനും ചിന്തിക്കുന്നവർക്ക് വേണ്ടിയായിരുന്നു. കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം, നിങ്ങൾ തയ്യാറായിക്കൊള്ളുക എന്നാണ് പറയുവാനുള്ളത്.